പെട്ടെന്നൊരു കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഒരു സവാള, ഒരു ക്യാരറ്റ്, 2-3 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി എല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഈ ക്യാരറ്റും എല്ലാം കൂടെ ഇതിലോട്ട് ഒന്നിടാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ അങ്ങോട്ട് ചേർത്തിടാം. പെട്ടെന്ന് കുറുമക്കറി വയ്ക്കാനായിട്ടാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഞാനിത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ആ സമയം കുറച്ച് മസാല കൂട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അതിന് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരക പൊടിയാണ്, മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന പച്ചക്കറിയിലോട്ട്, അതായത് ഈ സവാള ഇതിലോട്ട് ഒന്ന് നമുക്ക് തട്ടിയിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി, അതായത് ആ പച്ച കൂട്ട് ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്, പച്ചമണം, ഈ കൂട്ടിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കുതിർത്ത ഗ്രീൻ പീസ് അതിലോട്ടൊന്ന് തട്ടാം. ഞാൻ കുറച്ച് കൂടുതൽ ഗ്രീൻ പീസ് കുതിർത്ത് വയ്ക്കും. കുറച്ച് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഞാൻ ഡബ്ബയിലൊക്കെ ആക്കി അങ്ങ് വെച്ചേക്കും, പെട്ടെന്ന് കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്രീൻ പീസ് അതിലോട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു 3-4 വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ, ഉപ്പ് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവി ആയിട്ടുള്ള കുറുമക്കറി നമുക്ക് കിട്ടും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതൊന്ന് അടച്ച് ഒരു 3-4 വിസിൽ, നിങ്ങളുടെ കുക്കറിൻ്റെ പ്രാപ്തി എങ്ങനെയാണോ അതനുസരിച്ച് വിസിലൊന്ന് കേട്ടതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. തണുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തിങ്ങനെ ഉടഞ്ഞു പോകണ്ട. ഗ്രീൻ പീസ് എപ്പോഴും വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചവച്ച് തിന്നാൻ കണക്കാക്കി ഒരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം. ഒരുപാട് വിസിൽ കേട്ടാൽ ഇത് വെന്ത കഞ്ഞി പോലെ ആയിപ്പോകും. അതിൻ്റെ ആവശ്യമില്ല. അടിപൊളി കുറുമക്കറി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഒരു അടിപൊളി കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്കോ ദോശയ്ക്കോ പൂരിക്കോ എന്തിനാണെങ്കിലും, കാപ്പിക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. ചോറിനത്ര എനിക്കിത് അത്ര പിടുത്തമല്ല കേട്ടോ. കടയിൽ നിന്നൊക്കെ നമ്മൾ വെറുതെ വാങ്ങുന്നതിനെ കാട്ടി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി കുറുമക്കറി ഉണ്ടാക്കിയെടുക്കാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലൊരു കുറുമക്കറി ഉണ്ടാക്കുക. ഓക്കെ, ബൈ.